മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് ബസ്സിനെ കരിങ്കൊടി കാട്ടാൻ കാത്തുനിന്നവരെ രക്ഷിച്ചെടുക്കാൻ CPM ഇറക്കിയത് നൂറുകണക്കിന് പേരെ. കൊല്ലം വരെ വിരലിൽ എണ്ണാവുന്ന സഖാക്കളുടെ നേതൃത്വത്തിലായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ രക്ഷാപ്രവർത്തനം. എന്നാൽ പത്തനംതിട്ടയിലും കൊല്ലത്തും രക്ഷാപ്രവർത്തകർ അടികിട്ടി ആശുപത്രിയിലായി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്ന ദിവസം ആരും രക്ഷാപ്രവർത്തനത്തിന് റോഡിലെത്തിയില്ല. ആറ്റിങ്ങലിൽ പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കിലാക്കിയവരെ ഡിഫിക്കാർ സ്റ്റേഷൻ കയറി ആക്രമിച്ചു. ചില നേതാക്കളുടെ വീട്ടിലേക്കും കല്ലേറ് നടത്തി. എന്നാൽ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ നവകേരള ബസ് എത്തിയപ്പോൾ CPMന്റെ രീതി തന്നെ മാറി. നൂറുകണക്കിന് പേരെ മഞ്ഞ ബനിയനിട്ട് രക്ഷാപ്രവർത്തനത്തിനിറക്കി. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസുകാർ ആദ്യം ആക്രമിക്കാനെത്തിയവരെ നേരിട്ടു. എന്നാൽ മലവെള്ളം പാഞ്ഞു വരുന്നത് പോലെ രക്ഷാപ്രവർത്തകർ പാഞ്ഞെടുത്തു. കാര്യം മനസ്സിലായ യൂത്ത് കോൺഗ്രസുകാർ അടിനിർത്തി ഓടി രക്ഷപ്പെട്ടു. ചിലരെ ഈ ആൾക്കൂട്ടം പൊതിരെ തല്ലി. പോലീസും വെറുതെ വിട്ടില്ല. അങ്ങനെ നവകേരള സദസ്സ് തീരാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ രക്ഷാപ്രവർത്തനത്തിൽ CPM വിജയം നേടി. മന്ത്രി ശിവൻകുട്ടിയുടെ വാക്കുകൾ സഹാക്കൾക്ക് ആവേശമായതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം. കാട്ടാക്കടയിൽ നവകേരള ബസ് കടന്നു പോകുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് ചാടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കടകളിൽ ഒളിച്ചിരുന്ന 25ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള ബസ് എത്തിയപ്പോൾ വാഹനത്തിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. പിന്നാലെയാണ് രക്ഷാപ്രവർത്തകർ എത്തിയത്. പോലീസ് DYFI പ്രവർത്തകരും പ്രതിഷേധക്കാരെ മർദ്ദിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രതിഷേധം ചെറുക്കാൻ ശ്രമിച്ചു. കാട്ടാക്കട മണ്ഡലത്തിൽ നിന്ന് അരുവിക്കരയിലേക്ക് പോവുകയായിരുന്നു മുഖ്യമന്ത്രി. നവകേരള സദസ്സ് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ തലസ്ഥാനത്ത് വ്യാപക സംഘർഷമാണ് അരങ്ങേറുന്നത്. ഇന്നലെ ആറ്റിങ്ങലിൽ നവകേരള സദസ്സ് കടന്നുപോയതിനു ശേഷം തുടർച്ചയായി ആക്രമണങ്ങളുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുഹൈലിന്റെ വീടും വാഹനവും DYFIക്കാർ തകർത്തു. മണിക്കൂറുകൾക്കുള്ളിൽ ആറ്റിങ്ങൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജാമിന്റെയും വീട് ആക്രമിച്ചു. പോലീസ് സ്റ്റേഷനിൽ കയറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച DYFIക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇനിയും വെല്ലുവിളിക്കാനാണ് സതീശന്റെ ഭാഗമെങ്കിൽ അതേ നാണയത്തിൽ വെല്ലുവിളി ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടാകും. കേരളത്തെ കലാപഭൂമിയാക്കാൻ സതീശൻ ഗൂഢാലോചന നടത്തുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഗുണ്ടകൾ അഴിഞ്ഞാടിയത് സതീശന്റെ ഒത്താശയോടെയാണ്. പൊതുഖജനാവിനുണ്ടാകുന്ന നഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം സതീശനാണെന്നും പറഞ്ഞിരുന്നു. ശിവൻകുട്ടിയുടെ വാക്കുകൾ അന്വർത്ഥമാക്കും വിധമാണ് കാട്ടാക്കടയിലെ രക്ഷാപ്രവർത്തനം.